പറഞ്ഞാൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതായിട്ട് സുവർണ്ണ അവസരം വന്നിട്ടുണ്ട്. കേരള വനിതാ കോർപ്പറേഷൻ്റെ കീഴിൽ 10 വേക്കൻസി അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേക്കൻസി ഏതാണെന്നും എങ്ങനെ അപ്ലൈ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ അപ്ലൈ ചെയ്യണം, പ്രായപരിധി എന്താണ്, എന്നതിനെ പറ്റിയൊക്കെ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യുക. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ദ നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതിനായിട്ട് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ നല്ലൊരു സുവർണാവസരം ഒരുക്കിയിരിക്കുന്നു. വാർഡൻ, അസിസ്റ്റൻറ്റ് വാർഡൻ എന്നീ തസ്തികയിലേക്കാണ് നിയമനം നടത്തുന്നത്. മിനിമം 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ്. മൊത്തം 10 ഒഴിവുകളാണ് ഉള്ളത്. ഓൺലൈൻ വഴി വേണം അപേക്ഷ സമർപ്പിക്കാനായിട്ട്. ഈ ജോലിക്കായി ഓൺലൈനായി 24 ഡിസംബർ 2024 മുതൽ 2025 ജനുവരി 10 വരെ അപേക്ഷിക്കാവുന്നതാണ്. അപ്പം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ 10ാം തീയതിക്ക് മുന്നായിട്ട് അപേക്ഷ സമർപ്പിച്ചിരിക്കണം. ലാസ്റ്റ് ഡേറ്റാണ് ജനുവരി 10 എന്ന് പറയുന്നത്. അപ്പം സ്ഥാപനത്തിൻ്റെ പേര് വന്നിട്ടെന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനാണ്. ഇത് ടെമ്പററി റിക്രൂട്ട്മെൻറ്റാണ് നടത്തുന്നത്. വാർഡൻ, അസിസ്റ്റൻറ്റ് വാർഡൻ എന്നീ തസ്തികയിലേക്കാണ് ക്ഷണിക്കുന്നത്. നമുക്ക് ഓൾ ഓവർ കേരളയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ജോലിയുടെ ശമ്പളം എന്ന് പറയുന്നത് 15,000 തൊട്ട് 20,000. അപ്പം അതിന് രണ്ടിനും ഇടയ്ക്ക് ഒരു സാലറി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ പറയുന്നത് തസ്തികയുടെ പേരും എവിടെയൊക്കെയാണ് ഒഴിവുകളെന്ന് അവർ പറയുന്നുണ്ട്. അപ്പം വാർഡനാണെങ്കിൽ പത്തനംതിട്ടയിൽ 1, മലപ്പുറത്ത് 2, കോഴിക്കോട് 1, കാസർഗോഡ് 1, അങ്ങനെ എത്രയാണ് 2, 3, 4, 5 ഒഴിവുകളാണ് വാർഡൻ്റേതുള്ളത്. അതിന് സാലറി പറഞ്ഞിരിക്കുന്നത് 20,000 രൂപയാണ്. പിന്നെ ഉള്ളത് അസിസ്റ്റൻറ്റ് വാർഡനാണ്. തിരുവനന്തപുരത്ത് 1, എറണാകുളത്ത് 2, കോഴിക്കോട് 1, കാസർഗോഡ് 1, അങ്ങനെ 5 വേക്കൻസികളാണ് അസിസ്റ്റൻറ്റ് വാർഡനുള്ളത്. അസിസ്റ്റൻറ്റ് വാർഡന് 15,000 രൂപയാണ് പെർ മന്തിൽ അവർ കൊടുക്കുന്നത്. അപ്പം താല്പര്യമുള്ളവർ സാലറിയും നിങ്ങളുടെ അടുത്തുള്ള വേക്കൻസിയൊക്കെ ആണോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. പിന്നെ അവർ പ്രായപരിധി കൊടുത്തിട്ടുണ്ട്. വാർഡൻ ആൻഡ് അസിസ്റ്റൻറ്റ് വാർഡൻ ആണെങ്കിൽ 25 ഇയേഴ്സിന് 55 വയസ്സ് എന്ന് വെച്ചാൽ വാർഡനാണെങ്കിൽ 25 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. അസിസ്റ്റൻറ്റ് വാർഡനാണെങ്കിൽ 55 വയസ്സാണെങ്കിലും അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ വിദ്യാഭ്യാസ യോഗ്യത കൊടുത്തിട്ടുണ്ട്. വാർഡനാണെങ്കിൽ SLC അല്ലെങ്കിൽ അതിന് തുല്യമായി നിൽക്കുന്ന കോഴ്സ്, കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് മിനിമം 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നെ ഉള്ളത് പറഞ്ഞാൽ അസിസ്റ്റൻറ്റ് വാർഡനാണ്. അസിസ്റ്റൻറ്റ് വാർഡനും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് SLC ആണ്. പിന്നെ കമ്പ്യൂട്ടർ നോളജ് വേണം. 6 മാസത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ പ്രവൃത്തി പരിചയം ഇല്ലെങ്കിലും SLC പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊന്ന് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷ ഫീസ് ഒന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈൻ വഴി അപേക്ഷ സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാം സെൻഡ് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് തീരാറായി ജനുവരി 10 വരെയുള്ള ഇതിന് ആപ്ലിക്കേഷൻ സമർപ്പിക്കാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. എക്സാം ഒന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂയിലൂടെ ജോലിക്ക് കയറാൻ പറ്റുന്നതാണ്. അപ്പം എല്ലാവരും മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ, സീ യു.